Assalamu alaikum. Welcome to my channel. ഇന്ന് നമുക്ക് മലായ് കേക്ക് അഥവാ റബ്ഡി കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം കേക്കിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം. 2 eggs. പൊടിച്ച പഞ്ചസാര 1/2 കപ്പ്. പാല് 1/4 കപ്പ്. 1/2 കപ്പ് ഓയിൽ. 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത്രയുമാണ് കേക്കിന് വേണ്ട സാധനങ്ങൾ. ഒരു ബൗളിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചിടാം. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസും കൂടെ ചേർത്ത് നമുക്കിതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കൈ കൊണ്ടും ബീറ്റ് ചെയ്യാം, ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അതുകൊണ്ടും ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ആദ്യം ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനി നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് ഫോൾഡ് ചെയ്ത ശേഷം ഞാനിവിടെ മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇനി നന്നായി മിക്സ് ചെയ്ത് കമ്പൈൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു മൈക്രോവേവ് പ്രൂഫ് ഡിഷിലേക്ക് ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കേക്ക് മൈക്രോവേവിലാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കേക്ക് ബാറ്റർ ഇനി 4 മിനിറ്റ് ഹൈ പവറിൽ മൈക്രോവേവ് ചെയ്തെടുക്കണം. 4 മിനിറ്റ് കൊണ്ട് ബേക്കായി കിട്ടും. എന്നാലും അത് മൈക്രോവേവിൽ തന്നെ നിൽക്കട്ടെ. ഒരു 10 മിനിറ്റും കൂടെ ഓഫായ മൈക്രോവേവിൽ കേക്ക് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം പുറത്തെടുക്കുക. എങ്കിൽ മാത്രമേ കേക്ക് മുഴുവനായും സെറ്റാവുള്ളൂ. ഇപ്പം നമ്മൾ കേക്കെല്ലാം സെറ്റായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പ്രിക്ക് ചെയ്ത് നോക്കാം. നമ്മളെ സ്ക്യൂർ ഇവിടെ ക്ലീനായി വന്നിട്ടുണ്ട്. കേക്ക് പെർഫെക്റ്റ്ലി ഡണ്ണാണ്. ഇനി നമുക്ക് മലായ് തയ്യാറാക്കണം. അതിനായി 3 കപ്പ് പാൽ ആവശ്യമുണ്ട്. 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് വേണം. 1/4 കപ്പ് പാൽപ്പൊടി, കുങ്കുമം, കുറച്ച് ഏലക്ക പൊടിച്ചത്. ഇത്രയാണ് മലായ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്കൊരു സോസ് പാനിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് പാൽപ്പൊടിയും കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കാം. കുങ്കുമവും ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇതിനി നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. 3 കപ്പ് പാലുള്ളത് 2 കപ്പ് ആവുന്നത് വരെ കുറുക്കിയെടുക്കണം. നമ്മളെ മലായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഇതുപോലെ പ്രിക്ക് ചെയ്ത് കൊടുക്കണം. ടൂത്ത് പിക്ക് വെച്ചോ സ്ക്യൂവർ വെച്ചോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചോ നമുക്കിങ്ങനെ പ്രിക്ക് ചെയ്ത് കൊടുക്കാം. ഈ പോർസിലൂടെ മലായി അകത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടാണ് പ്രിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മലായി അല്ലെങ്കിൽ റബ്ഡി ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മലായി വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് ഞാൻ സ്ലൈസ് ചെയ്തിരിക്കുന്ന ആൽമണ്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള പിസ്തയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനി നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മൾ മലായി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുത്ത് വന്നിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. നല്ല സോഫ്റ്റ് കേക്കും പിന്നെ ഈ മലായും കൂടെയുള്ള കോമ്പിനേഷൻ വളരെ ടേസ്റ്റിയാണ്. ഇത് നമുക്കിനി സ്ലൈസ് ചെയ്തെടുക്കാം. ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇതിൻ്റെ മേലെ കുറച്ച് മാറ്റി വെച്ചിരിക്കുന്ന മലായും കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്യേണ്ടത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. കേക്ക് കം പുഡിംഗ് ആണിത്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്